ലോകത്തെവിടെയും സംസ്കാരങ്ങൾ ദുഷിച്ചിട്ടുള്ളതും സംസ്കാരങ്ങൾ ഉന്നതമായിട്ടുള്ളതും ശിക്ഷകനെ ആശ്രയിച്ചു മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആരോപണം ഇന്ത്യയിലെ ശിക്ഷക വർഗത്തിന്റെ തലയിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ കാലവും ഈ കാലവുമായുള്ള അന്തരമാണ്. ഇന്ത്യൻ ശിക്ഷക വർഗം കേവലം തൊഴിലാളിയായി മാറിയിരിക്കുന്നു. ആശാവഹമായ വലിയൊരു പരിണാമം ഉണ്ടായി കഴിഞ്ഞ് അത് ഞാൻ മറക്കുന്നില്ല. എന്നെ കേൾക്കുന്ന അധ്യാപകരുടെ ഒരു സംഖ്യ ടാഗോർ പ്രസ്ഥാനത്തിൽ എടുത്താൽ പോലും സ്ത്രീകളാണ്. ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നില്ല. അധ്യാപക വൃത്തിയിൽ നിന്ന് പുരുഷന്മാർ നന്നേ കുറവാണ്. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങളൊക്കെ മുൻപ് പഠിപ്പിച്ചിരുന്ന സ്കൂൾ അധ്യാപകർ പലപ്പോഴും പുരുഷന്മാരെ ഒരു പരിധിവരെ പുരുഷന്മാരുടെ കുത്തകയെ പല സ്കൂളിലും ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ പോലും ഒരു ചൂരവടിയുമായി അദ്ദേഹം എപ്പോഴും ആ സ്കൂളിന് ചുറ്റും നടക്കുക. കാലനെ ഇത്രയും ഭയം വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നില്ല. എന്ന് തന്നെയുമല്ല, ഭയന്നിരുന്നതുകൊണ്ട് ഗണിതശാസ്ത്രം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 40% ബാലികേറെ അറിയില്ല. ഇന്നത്തെ പോലെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുകയും ചെയ്തിരുന്നില്ല. ഇന്നത്തെ പോലെ ചോദ്യങ്ങൾ ലളിതവുമായിരുന്നില്ല. ഇന്ന് നേരിട്ട് ചോദ്യം ചോദിക്കുകയാണ്. അന്ന് ചോദ്യം ചോദിക്കുമ്പോൾ പരീക്ഷയ്ക്ക് പറ്റിയ ചോദ്യം വരുമ്പോൾ നേരെ പോകുന്ന ഒരു റോഡിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ വച്ചിരിക്കുന്ന പീരങ്കിയിൽ നിന്ന് 5 കിലോമീറ്റർ വരെ ദൂരം വെടിയുണ്ട പോകുമെങ്കിൽ റോഡിൽ എത്ര ദൂരം അപകടമേഖലയാണ് എന്ന രീതിയിലൊക്കെയാണ് ചോദ്യം വരിക. ഗണിതശാസ്ത്രത്തിന്റെ ചോദ്യം 50% കുട്ടികൾക്ക് പോലും എഴുതാൻ പറ്റില്ല. കാരണം നല്ല ഭാവനയുണ്ട് അദ്ദേഹത്തിന്. അതിനവന്റെ ഭാവന വികസിക്കുമ്പോൾ അവന്റെ ഇമോഷൻ വികസിക്കും. ആ അധ്യാപക രംഗം മാറി പുരുഷന്മാരുടെ കുത്തക പൊളിച്ച് ഇന്ന് ഏതാണ്ട് മുഴുവൻ തന്നെ പറയാമെന്ന് തോന്നുന്നു, കേരളത്തിലുടനീളം സ്ത്രീകളാണ്. അധ്യാപക വൃത്തിയിലേക്കോ മറ്റു തൊഴിൽ മേഖലകളിലേക്കോ സ്ത്രീകൾ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ സ്ത്രീ സങ്കല്പം സൗമ്യമായി, പ്രസന്ന മധുരമായി, ഗൗരവേതരമായി, ആഹ്ലാദപൂർണമായി.
ഈ രംഗത്തൊക്കെ സ്ത്രീകൾ വരാൻ തുടങ്ങിയതിനു ശേഷമാണ് സ്ത്രീകൾക്ക് ഹൃദയമുണ്ടെന്ന് തന്നെ വൈദ്യശാസ്ത്രം അറിയാൻ തുടങ്ങിയത്. BP, ഷുഗർ, കൊളസ്ട്രോള് ഇതൊക്കെ സ്ത്രീകളുടെ കുത്തക രോഗമായി വളർന്നു വന്നതിന് ശേഷം മിനിമം 4 മുകളിലേക്ക് 10 15 വരെയൊക്കെ പോകുന്ന ഇത്തരത്തിൽ പ്രസവിച്ച ഇന്ത്യൻ സ്ത്രീകൾ അവരുടെ ഗർഭാശയത്തിന് യാതൊരു രോഗവും 80-90 വയസ്സ് വരെ ബാധിച്ചിട്ടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റ് അല്ല, ശിക്ഷക വർഗമാണ് ശ്രദ്ധിക്കേണ്ടത്. നാടിനെ മാറ്റിമറിക്കുന്നത് നിങ്ങളാണ്. ഏറ്റവും താഴ്ന്ന തലം മുതൽ നിങ്ങൾ പഠിപ്പിച്ചു വിട്ട ആളുകളെ വരുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണം വിദ്യാഭ്യാസത്തിലൂടെ നടക്കുന്നുണ്ടോ? മാനസികാരോഗ്യം അവർക്കുണ്ടോ? സമസൃഷ്ടങ്ങളോടും പ്രകൃതിയോടുമുള്ള വേഴ്ച മനോഹരമാകുന്നുണ്ടോ? സ്നേഹനിധികളായ പരമപ്രേമാസ്പദമായ മാതൃത്വത്തിന്റെ മകുടോദാഹരണങ്ങളായ അമ്മമാർ വിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ആശാവഹമായി ധനാത്മകമായി പോസിറ്റീവായി പരിണമിക്കുകയാണോ ചെയ്തത്, അഥവാ വിപരീത ഫലം ഉണ്ടാക്കുകയാണോ ചെയ്തത്? ഏതെങ്കിലും വിദ്യാർത്ഥിയെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അകത്തു നിന്ന് ഭാവാതീത ജ്ഞാനത്തിലേക്ക് നയിക്കാൻ ഏതെങ്കിലും ശിക്ഷകൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ വിദ്യാർത്ഥിയെയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി കൊടുക്കുവാൻ പറ്റിയില്ലെങ്കിൽ പോകട്ടെ, ആധുനിക വിദ്യാഭ്യാസത്തിൽ നിന്നൊരു വിദ്യാർത്ഥി ആ പഠനം കൊണ്ട് ആ ഉന്നതമായ മാർഗം തെരഞ്ഞെടുക്കാൻ, അതിന്റെ അനുഭൂതിക്ക് വേണ്ടി തപം ചെയ്യാൻ, തപം ചെയ്ത് സത്യത്തെ പ്രത്യക്ഷമാക്കാൻ കഴിയുന്നവനായി വരുന്നുണ്ടോ, വരുമോ? ആസന്ന ഭാവിയിലേക്ക് ഇല്ലെങ്കിൽ നാം കുനിഞ്ഞ ശിരസോടെ കുറ്റബോധത്തോടെ പുനരാലോചന നടത്തേണ്ട സമയമായി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി വളരെ വളർത്തുന്നതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം, പരീക്ഷ കഴിഞ്ഞാൽ പഠിച്ചത് അത്രയും മറക്കുകയാണ്. 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥിയെ വേണ്ട 10 കൊല്ലം 8ാം ക്ലാസ്സിലെ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി ബോട്ടണിയോ സുവോളജിയോ പഠിപ്പിച്ച അധ്യാപകനെയോ അധ്യാപികയോ തന്നെ
കുട്ടികൾക്കുള്ള പരീക്ഷാ പേപ്പറും കൊടുത്തത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വെച്ചു 8ലെ പരീക്ഷ ഈ വർഷവും എഴുതാൻ തുടങ്ങി. അത് പഠിപ്പിക്കുന്ന അധ്യാപകരോട് വിദ്യാർത്ഥിയോടൊപ്പം ഇരുന്ന ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എഴുതാൻ പറയും. എനിക്ക് തോന്നുന്നത് 50% അധ്യാപകർ ജയിക്കില്ലെന്നാണ്. കാരണം വിദ്യാഭ്യാസം ഹൃദയംഗമമാകുന്നില്ല. പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ UGCയിൽ വിദ്യാർത്ഥികൾ എഴുതുമ്പോൾ എല്ലാ വർഷവും അധ്യാപകൻ കൂടി പരീക്ഷ എഴുതണം. പരീക്ഷയിൽ തോറ്റാൽ തൊഴിലെന്ന നിലയിൽ ഒരു മിനിമം തുക ശമ്പളമാണ്. അടുത്ത 2 കൊല്ലത്തിനകം എഴുതിയില്ലെങ്കിൽ അധ്യാപക വൃത്തി നിർത്തി മറ്റെന്തെങ്കിലും പോകണം. ഇതുവരെ ശബ്ദമില്ലെങ്കിൽ നിങ്ങൾ ശബ്ദിക്കാമോ? ഞാൻ ശബ്ദമായി കാണുന്നില്ല. ജീവിതം മുഴുവൻ പഠിക്കുക എന്ന ഗുരുകുല ചിന്ത ഇവിടെ അന്യം നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് നിവേദിത കഷ്ടമെതിരെ ശബ്ദമുയർത്തി. സ്വാധ്യായ പ്രവചനാഭ്യമ്മ പ്രമദിതവ്യം. ഒരു ദിവസം പോലും സ്വാധ്യായവും പ്രവചനവും ഇല്ലാതിരിക്കരുത്. അന്നൊരു ഗുരുകുലത്തിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കുലപതി കോൺവൊക്കേഷൻ സമയത്ത്, ഇപ്പൊ കോൺവൊക്കേഷനൊന്നുമില്ല, ഗുരുകുലത്തിൽ നിന്ന് വിദ്യാഭ്യാസം മതേതരത്വത്തിലേക്ക് വരുമ്പോൾ കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നു. മുതിർന്നവരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഡിഗ്രി എടുക്കുമ്പോഴൊക്കെ ഇപ്പൊ സമ്പ്രദായത്തിലുണ്ട്. ആ കോൺവൊക്കേഷൻ സമയത്ത് കുലപതി കൊടുത്ത പ്രഭാഷണങ്ങളിൽ ഒന്നാണ്. അതിലൊരുപാട് നല്ല ആശയങ്ങളുണ്ട്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, ഒരുപാട് ആശയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് ഞങ്ങളുടെ നല്ല ഉപദേശങ്ങളെ നീ ജീവിതത്തിൽ പകർത്തണം, ഞങ്ങളുടെ തെറ്റുകളെ ഒരിക്കലും നീ ജീവിതത്തിൽ പകർത്തരുത്. ശ്രദ്ധയോടുകൂടി മാത്രമേ ദാനം ചെയ്യാവൂ, അശ്രദ്ധമായി ദാനം ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതിലൊന്നാണ് ഒരു ദിവസം പോലും സ്വാധ്യായമില്ലാതിരിക്കുന്നത്. മരണം വരണി വിദ്യാർത്ഥിയായിരിക്കും. അപൂർവം അധ്യാപകർക്കും അങ്ങനെയുണ്ട്. അതിൽ സന്തോഷം. കാരണം അതിലൊന്നാണെന്ന് തോന്നുന്നു ഒരു മാന്യദേഹത്തെ അഭിവന്ധ്യത്തിനെ ആദരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. 90% അധ്യാപകരും തൊഴിൽ ലഭിച്ച് സുരക്ഷിതമായി കഴിഞ്ഞാൽ PF മറ്റ് നിയമങ്ങൾക്കൊക്കെ വിധേയരായി കഴിഞ്ഞാൽ അക്ഷരവിരോധികളായ അക്ഷരം കൊണ്ട് പണം സമ്പാദിക്കുകയും അക്ഷരത്തെ വിരോധിക്കുകയും ചെയ്യുന്നത്. ഇതിന് കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വൈകാരിക ക്ഷമത തീരെ ഇല്ലാതെ
വൈചാരിക ജ്ഞാനം ഒട്ടുമുക്കാലും സ്വയമേവ ഉണ്ടാകുന്നതാണ്. അത് ആവശ്യത്തിലുള്ളതാണ് ഉണ്ടാകുന്നത്. ഗണിതശാസ്ത്ര വിശാലതനായിരുന്നില്ല ഐൻസ്റ്റൈൻ. അദ്ദേഹത്തിന്റെ വൈകാരികത കൊണ്ട് അദ്ദേഹം മറ്റു പലരുടെയും സഹായം നേടിയിട്ടുണ്ട്. പക്ഷെ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നാണ് വന്നത്. റിലേറ്റിവിറ്റി തിയറി. പലരുടെയും ചരിത്രമാണ്. 350 രൂപ ചെലവിലാണ് രണ്ട് ബോസ് തന്റെ കണ്ടുപിടുത്തങ്ങളിൽ മുക്കാലം നടത്തി. അത് വൈകാരിക വിദ്യാഭ്യാസം കൊണ്ടാണ്. സ്കൂളിന് വെളിയിൽ അപൂർവം വിദ്യാർത്ഥികൾക്ക് വൈകാരിക വിദ്യാഭ്യാസം ലഭിക്കാറ് വെയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. I have never allowed my schooling to enter into my education. സ്കൂളിന് വേറെ, വിദ്യാഭ്യാസം വേറെ. എന്റെ ജീവിതത്തിലെ വിജയം ഞാൻ എന്റെ സ്കൂളിങ്ങിനെ എന്റെ അറിവിലേക്ക് കടന്നു വരാൻ സമ്മതിച്ചില്ല. അത് പരീക്ഷ എഴുതാൻ മാത്രമേ എനിക്ക് ചോദിച്ചു എന്ന് പറയുന്നത്. അതിൽ പകരം ടാഗോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളുടെ വൈകാരിക തലങ്ങളിൽ സാക്ഷരതയുണ്ടാക്കാൻ ഒരു പദ്ധതി ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമായിട്ടുള്ള നിയമങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ രൂപപ്പെടുത്തുന്നുവെങ്കിൽ അത് ഇതിന്റെ പ്രോദ്ഘാടകനായ യേശുവിന്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ആ അഭിവന്ദ്യ തിരുമേനിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അർപ്പണമായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വരും തലമുറയ്ക്ക് പ്രതീക്ഷ നൽകാവുന്ന ഏറ്റവും വലിയൊരു കാര്യം വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന പരിണാമം തന്നെയാണ്. കാരണം എല്ലാ രംഗത്തേക്കും വേണ്ട വിദ്യാഭ്യാസമാണ്. ഒരുവൾ അമ്മയാകുമ്പോൾ പ്രകൃത്യ വിദ്യാഭ്യാസം ഒന്നും നേടാതെ ഒരു കുട്ടിയെ വളർത്തുന്ന അമ്മയും വിദ്യാഭ്യാസം നേടി കുട്ടിയെ വളർത്തുന്ന ഒരാധുനികയായ അമ്മയും തമ്മിലുള്ള അന്തരം ആദ്യത്തതിനേക്കാൾ രണ്ടാമത്തത് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചമുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അടച്ചു കൂട്ടേണ്ട സമയമായി. വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരാളിനോട് താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു സന്യാസി അയാളേക്കാൾ എത്ര മെച്ചപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ഒരു നൺ, യാതൊരു വിദ്യാഭ്യാസമില്ല, അവരെ പോയി പരിചയപ്പെട്ടു. അത് വളരെ കോപിഷ്ഠയും കുഴപ്പമൊക്കെയാണ്. അപ്പുറത്തൊരു നൺ വിദ്യാഭ്യാസമൊക്കെ നേടി സൗമ്യശീലയാണ്, നല്ല വിദ്യാഭ്യാസ അംഗീകാരമാണ്.
തിരിച്ചാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പിതാവ് 10-12 കുട്ടികൾ, വിദ്യാഭ്യാസം വളരെ കൂടിയൊരു പിതാവ് ഗവൺമെന്റ് നിയമമൊക്കെ അനുസരിച്ച് ഒരു കുട്ടി മതി തീരുമാനിച്ചാൽ ഒരു കുട്ടിയേ ഉള്ളൂ. അദ്ദേഹം വളരെ നന്നായി പെരുമാറുന്നു. ആദ്യത്തെ വിദ്യാഭ്യാസത്തില്ല, അയാൾക്ക് പെരുമാറ്റം വളരെ മോശമാണ്. വിദ്യാഭ്യാസം കൊള്ളാം. അങ്ങനെയാണോ കാണപ്പെടുന്നത്? എല്ലാം ഞാൻ പറഞ്ഞത് പഴയത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു സങ്കല്പം ആദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട്, എന്റെ ശബ്ദം കൊണ്ട് ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് എന്റെ ഉദ്ദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ്. ഞാൻ പറഞ്ഞ എല്ലാ ഉദാഹരണത്തിലും വിദ്യാഭ്യാസം ഇല്ലാത്തയാളെ മോശമായതിൽ നിർത്തിയിട്ട് വിദ്യാഭ്യാസം ഉള്ളവനെ ഏത് മേഖലയിൽ ഉത്തമനാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ വസ്തുത ഇന്ന് ചിന്തിച്ചാൽ അങ്ങനെയാണ്. ആണെങ്കിൽ ഈ സ്ഥാപനങ്ങളെല്ലാം വിജയമാണ്, അല്ലെങ്കിൽ ഒരു പുനർചിന്തനത്തിന്റെ സമയമായി. കേരളത്തിലെവിടെയും വിദ്യാഭ്യാസം ഇല്ലാത്തവന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥ. ഒരു കുട്ടി വീണ, പഴയകാലത്ത് കറണ്ടില്ല, ആഹാരം പാകം ചെയ്ത് കഴിയണം. ഓരോ ഗ്രാമത്തിൽ ഓരോ തരം സാധനമാണ്, എല്ലായിടത്തും കിട്ടില്ല. പച്ചക്കറി കടകൾ, പഴക്കടകൾ, പാത്രക്കടകൾ ഒന്നും ഇന്നത്തെ പോലില്ല. എന്നെ കേൾക്കുന്നതിൽ 60 കഴിഞ്ഞവർക്കറിയാം, സ്വന്തം ചുറ്റുപാടിൽ നിന്ന് വലിച്ചു പിടിച്ചു കൊണ്ടുവന്ന് വേണം എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതായിരുന്നു അന്നത്തെ ദാരിദ്ര്യം. അവിടെ നെല്ല് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കപ്പ കൊണ്ടിരിക്കണം. അതുപോലുള്ള പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ മറ്റും കിട്ടാത്തത് മീൻ കൊണ്ടിരിക്കണം. തീരത്താണ് കയറ്റിറക്കുമതികളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ചില സാധനങ്ങൾ സുലഭമായുണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ വരുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഇവയൊക്കെ എങ്ങനെ ലഭിക്കും? അന്ന് എങ്ങനെ ലഭിച്ചു? അന്ന് എങ്ങനെ രോഗമില്ലാതിരുന്നു? ഇന്ന് ഏത് സാധനവും ലഭിക്കും, പോയി വാങ്ങിക്കാൻ. രണ്ട്, ആ സാധനങ്ങളിൽ ഒന്നുകൊണ്ട് ശരീരത്തിന് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ ആണവ പരിണാമത്തിൽ അതിനെ പരിണമിപ്പിച്ച് പിന്നിലാക്കി തരുന്ന ഔഷധങ്ങളും ആഹാരങ്ങളും ഇത് ലഭ്യമാണ്. പ്രോട്ടീൻ കുറഞ്ഞ പ്രോട്ടീൻ പൗഡറുകളും പ്രോട്ടീൻ ക്ലോറൈഡുകളും ഇഞ്ചക്ഷനിലൂടെ ബ്ലഡിലേക്ക് വരെ കടത്തിവിടാൻ പാകത്തിന് ഔഷധങ്ങളും വരെ. എന്നിട്ട് നാം ക്ലേശിക്കുമ്പോൾ, മാനസികമായി ബുദ്ധിമുട്ടുമ്പോൾ, ഇതൊന്നുമില്ലാത്ത ഒരമ്മ എങ്ങനെയാണ് നിലനിർത്തുന്നത്? നിങ്ങളിന്ന് കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന ഭക്ഷണം, കഴിപ്പിക്കുന്ന ഭക്ഷണം, സ്കൂളിലെ കുട്ടികളെ ഒരുപോലെ ആക്കുന്നതിന് വേണ്ടി ഇത്ര മണിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് ഇന്ന ബിസ്ക്കറ്റേ ആകാവുന്ന വരെ സ്കൂള് വരെ നിയന്ത്രിക്കുന്നത്. കാരണം പല കുട്ടി പല ഭക്ഷണം കൊണ്ടുവന്നാൽ അത്
വിഷമമാണ്. അതുകൊണ്ട് ഒരേ സാധനം തന്നെ കഴിച്ചാൽ അങ്ങനെ വരെ നിയമങ്ങളും. അങ്ങനെ എനിക്ക് പഴയൊരമ്മ എന്നെ കേൾക്കുന്ന 60 കഴിഞ്ഞ പല ആളുകളും അവരുടെ കുട്ടിക്കാലത്ത് ചോറ് പൊതിഞ്ഞോ ചോറ് ചുരുട്ട് പാത്രത്തിലോ കൊണ്ടുപോകുമ്പോൾ അതിനകത്തൊരമ്മ കൊടുത്തുള്ളത് പലപ്പോഴും നാരങ്ങാക്കറി മാത്രമല്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, മാങ്ങാക്കറി, നാരങ്ങാക്കറി, ഇങ്ങനെയൊക്കെ. വിദ്യാഭ്യാസമൊന്നുമില്ല. കുട്ടിക്ക് ഒരു പാത്രത്തിനകത്ത് ചോറും നല്ല ഇടിച്ച് നിറച്ച ചോറും അതിലൊരു നാരങ്ങാക്കറി. ആ അമ്മയ്ക്ക് കുട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇന്നുള്ള ജീവശാസ്ത്രം നന്നായി പഠിച്ച ബയോകെമിസ്ട്രിയും മോളിക്യൂളർ ബയോളജിയും അനാട്ടമിയും ഫിസിയോളജിയും പഠിച്ച ആധുനിക അമ്മയേക്കാൾ അറിവുണ്ടായിരുന്നുവോ ആരോഗ്യം നിലനിർത്താൻ? അതല്ല, ഇന്നത്തെ അമ്മയ്ക്കാണോ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നത്? അവർ കൊടുത്തുകൊണ്ട് വരുന്ന ആരോഗ്യം കഴിയണം. കുട്ടി സന്തോഷമായിട്ടാണ് കഴിച്ചത്. ഒരിക്കൽ പോലും മടുപ്പ് തോന്നിയില്ല. 70-80 വയസ്സുള്ള ഇരിക്കുന്ന പിതാക്കന്മാരോ അവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോ പ്രായം ചെന്ന നിങ്ങളുടെ കൂട്ടത്തിലെ അധ്യാപകരുണ്ടെങ്കിൽ അവരോ വളരെ പ്രായമുള്ള ദൈവദാസിമാരോ എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ അവരോട് ചോദിക്കുക, ഇന്നും അവരുടെ നാവിൽ നിന്ന് മാറിപ്പോകാത്ത സാധ്യമുള്ള രുചി അതാണോ? അങ്ങനെ കഴിക്കാനാണോ അവർ ഇഷ്ടപ്പെടുന്നത്? ഫോർമാലിറ്റി എല്ലാവരുടെയും മുമ്പിൽ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൈനടിച്ചേക്കും കഴിച്ചേക്കും നന്നായെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യത്തേക്ക് വേണ്ട നിത്യവും ഈ ആധുനികമായ ഭക്ഷണം കൊടുത്താൽ കഴിക്കാൻ പറ്റുന്നുണ്ടോ? അതല്ല, ലളിതമായ ഭക്ഷണം ഇന്നും അവരുടെ സ്മരണയിൽ കിടന്നുണ്ടോ? ആ ഭക്ഷണത്തിന് അവർക്ക് വേണ്ട ആരോഗ്യം കൊടുക്കാൻ പര്യാപ്തമായിരുന്നു. നമുക്ക് വെറുതെ അവതരിക്കാം. ചോറ് സ്റ്റാർച്ചാണ് മുഴുവൻ, മധുരമാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റാർച്ച് എന്ന പദത്തിന് പകരം അതിനെ മധുരം എന്ന് വിളിക്കാം. രസമായി മധുരമാണ്. നാരങ്ങക്കറിയിൽ നാരങ്ങയുടെ തൊണ്ട് അത് നല്ല കൈക്കൊള്ളും, പുറംതൊണ്ട് അങ്ങേറ്റം കൈക്കൊള്ളും. അതിന്റെ ഉള്ളിലെ ഭാഗം ചവർപ്പുള്ളതാണ്. അതിന്റെ അല്ലികൾ പുളിയുള്ളതാണ്. അതിൽ ചേർത്ത ഉപ്പുണ്ട്, ഉപ്പ് രസമാണ്. അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന മുളക്, പച്ചമുളകോ കുരുമുളകോ അല്ലെങ്കിൽ അരച്ചു ചേർത്ത മുളകോ ചുവന്ന മുളകോ ചേർന്ന എരിവും. അവർക്ക് ബയോകെമിസ്ട്രി അറിയില്ല, മോളിക്യൂളർ ബയോളജി അറിയില്ല, പക്ഷേ സമ്പൂർണമായ 6 രസങ്ങളും അതിന്റെ ചേർച്ചയും ഈ ആഹാരത്തോടൊപ്പം. അവർക്കറിയില്ല ആഹാരം കഴിക്കുമ്പോൾ സ്റ്റാർച്ച് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണെന്ന് വേർതിരിച്ച് അവർക്കറിയില്ല. ഫാറ്റ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണെന്ന് അവർക്കറിയില്ല. പ്രോട്ടീൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആണെന്ന് അവർക്കറിയില്ല. ശരീരം
സ്റ്റാർച്ചിനെ സ്റ്റാർച്ചായി സൂക്ഷിച്ചു വെക്കില്ലെന്നും അത്യാവശ്യം അല്പമേ സൂക്ഷിക്കുകയുള്ളൂ എന്നും സ്റ്റാർച്ച് കൺവെർട്ട് ചെയ്യപ്പെടുകയാണെന്നും അവർക്കറിയില്ല. അവർക്ക് നിങ്ങളാണ് പഠിച്ചത്, നിങ്ങളാണ് പഠിപ്പിക്കുന്നത്. എല്ലാ സ്റ്റാർച്ചും ഫാറ്റായി കൺവെർട്ട് ചെയ്ത്, എല്ലാ പ്രോട്ടീനും ഫാറ്റായി കൺവെർട്ട് ചെയ്ത് ലിവറിലും ആഡിനോസ് ടിഷ്യൂകളിലുമൊക്കെ സൂക്ഷിക്കുകയാണ് എന്ന സത്യം അവർ പഠിച്ചിട്ടില്ല. പ്രവൃത്തിമുഖമായ തലങ്ങളിൽ വീണ്ടും അതിനെ കൺവെർട്ട് ചെയ്താണ് ഗ്ലൂക്കോസാക്കി ഊർജമായി പരിണമിപ്പിക്കുന്നതെന്നും അവർ പഠിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ പശുക്കൾ മല മുഴുവൻ കയറി മേഞ്ഞു നടക്കുമ്പോൾ അതിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നത് അത് തിന്നുന്ന പുല്ലിൽ നിന്നൊക്കെ അതൊരു യൂണിവേഴ്സിറ്റിയിലും പോയി പഠിച്ചിട്ടുമല്ല. വനത്തിലെ മൃഗങ്ങളൊന്നും അങ്ങനെയല്ല. കാരണം അവയൊക്കെ ജന്മന അതിന്റെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഒരവബോധമുണ്ട്. സാധ്യത, സാമർഥ്യം, ആവശ്യം, സാമഗ്രി. വീടിന്റെ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ 8 കാലി വല കെട്ടിയിരിക്കുന്നതാണ്. വെറുതെ അതിനെ നോക്കുക, സൂക്ഷിച്ചു നോക്കണം. ഒരു വല കെട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അബദ്ധത്തിൽ പറ്റില്ല. അതിനേക്കാൾ വലിയൊരു ജീവി ഒരല്പം കൂടെ മുതിർന്നൊരു ഈച്ച പറന്നു വന്നാൽ വലത്തോടെ സ്പീഡിലാണ് തുഴയാതിരിക്കാൻ വലയുടെ കാലുകൾ അത് കെട്ടുന്നത് സർപ്പിളാകൃതിയിലുള്ള വലവുണ്ട്, സ്പ്രിങ് വലവുണ്ടാണ്. അപ്പൊ ഈ വരുന്നതിന്റെ സ്പീഡ് അനുസരിച്ച് ഈ വല മുന്നോട്ട് ചെല്ലും. പിന്നെ പുറകോട്ട് വരുമ്പോൾ എട്ടുകാലി ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാണ് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഒക്കെ പഠിച്ചത്? ആരാണ് ഞാൻ പഠിപ്പിച്ചത്? എല്ലാ ജീവിക്കും ഒരു വിദ്യാഭ്യാസം അന്തർലീനമായത് ആവശ്യം എഴുതുക. ഒരു 8 കാലിയുടെ മുട്ട വിരിയുമ്പോൾ അതിന്റെ കുഞ്ഞിനൊരു ആവശ്യമുണ്ട്, ഇര പിടിക്കണം. അതിൽ കുറെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ബൾബിന്റെ അടുത്ത് വളരും. കാരണം അവിടെ കുറെ ഈച്ചകൾ അതിനെ പിടിക്കാൻ. അത് സാധ്യത തേടി പോകുന്നില്ല, അതിനറിയാം അവിടെ വരും. വേറൊരെണ്ണം നിങ്ങളുടെ അടുക്കളയിലെ കലത്തിന്റെ അകത്ത് നിങ്ങൾ 2 മാസമായി വെച്ച ചെറുപയർ തുളച്ച് ചെല്ലിരിക്കൊണ്ടെന്നും ആ ചെല്ല് പറന്നു വരുന്നുവെന്നും അതിന് തുടർന്നിരിക്കുന്ന കലത്തിന്റെ വാക്കേൽ വളരെടുക്കുക. അതിനൊരു ആവശ്യം അതിന്റെ അന്തർലീനമാണ്. എനിക്ക് ഇര പിടിക്കണം. ഇര പിടിക്കാൻ സാമർഥ്യം വേണം. വല കെട്ടാനുള്ള സാമർഥ്യം ആരെയും അനുകരിച്ചതല്ല, ആരുടെയും അടുക്കൽ പോയി പഠിച്ചതല്ല. അത് പോയി വല കെട്ടി. വലയ്ക്ക് വേണ്ട ഉപകരണം വല നെയ്യാനുള്ളത് അതിന്റെ ഉള്ളിൽ നിന്നും തന്നെയാണ്. 8 കാലിയെ ഡിസൈൻ ചെയ്താൽ വല കിട്ടില്ല.
ആവശ്യം, സാമഗ്രി വല, സാമർഥ്യം സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഒക്കെ ഉൾക്കൊള്ളുന്ന തലത്തിലുള്ള വല കെട്ടാൽ അപ്പൊ ആവശ്യം, സാമഗ്രി, സാമർഥ്യം, സാധ്യത എവിടെ വല കെട്ടിയാൽ കിട്ടും? ഇതെല്ലാം അതിന്റെ ഉള്ളിൽ നിന്നാണ്. ഒരു ശിക്ഷകന്റെ അടുക്കൽ എത്തുന്ന വിദ്യാർത്ഥിയുടെ ഈ ജന്മഗുണത്തെ നാം സിലബസിലൂടെ കയറ്റിയിറക്കുമ്പോഴേക്ക് വർദ്ധിപ്പിച്ച് അവനെ ഒരു ലോക പൗരനാക്കി അവന്റെ ആധ്യാത്മികവും ഭൗതികവുമായ അഭിരുചികളെ ഉയർത്തി ആനന്ദപൂർണമായി ജീവിക്കുവാനും അന്യർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുവാനും പാകത്തിന് രൂപപ്പെടുത്തുന്നുവോ അതല്ല അവരുടെ മൗലിക ചോദനകളെ നശിപ്പിച്ച് അവന്റെ അന്തർലീനമായി കിടക്കുന്ന സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാവാം, സാഹസികതയ്ക്കുള്ളതാവാം, അറിയപ്പെടാനുള്ളതാവാം, drive for security, drive for adventure, drive for recognition. അവയെല്ലാം മാറ്റി മറിച്ച് അവന്റെ അന്തർലീനമായ കഴിവുകളെ ഇല്ലായ്മ ചെയ്യുകയാണ്. ആ പാപത്തിന്റെ ശമ്പളമാണോ നാം കൈപ്പറ്റുന്നത്? മറിച്ച് അവരുടെ അന്തർലീനമായ അറിവിന്റെ ഈ സങ്കേതങ്ങളെ ജാഗരൂകമാനമാക്കി ഒരു വിശ്വപൗരനായി അവനെ ജീവിപ്പിക്കുവാനും മാനസികമായ ആരോഗ്യം അവന് ലഭിക്കുവാനും അന്യജീവൻ വരുന്ന തരത്തിൽ ജീവിക്കുക എന്ന വിവേകം കൈവരുവാനും പാകത്തിന് പാകപ്പെടുത്തി എടുത്തുവിടുകയാണ്. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ, അധ്യാപകരെ തെരഞ്ഞെടുക്കുമ്പോൾ ഒക്കെ മാനേജ്മെന്റുകൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികൾ എടുക്കൽ 45 മിനിറ്റുള്ള ഒരു പീരീഡ് അല്ലെങ്കിൽ 1 മണിക്കൂറുള്ള പീരീഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 45 അത്രയാണ് അധ്യാപകന്റെ സാന്നിധ്യം. അച്ഛനമ്മമാരുടെ സാന്നിധ്യം ഇന്ന് വളരെ കുറവാണ്. കാരണം കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ ഇന്ന് അച്ഛനമ്മമാരില്ല. കാരണം കുട്ടികൾ സഹവസിക്കുന്നത് പലപ്പോഴും അവരെ കൊണ്ടുവരുന്ന വണ്ടി ഓടിക്കുന്നതിനാണ്. ഇന്ന് നടന്നു പോകേണ്ട കുട്ടികളുണ്ട്, വാഹനങ്ങളിലാണ്, ഓട്ടോറിക്ഷകൾ, ജീപ്പുകൾ, സ്കൂൾ ബസ്സുകൾ ഇതൊക്കെയാണ്. അതിൽ കുട്ടികളെ നോക്കാനും പിടിച്ചു ചെല്ലാനുമൊക്കെ സ്ത്രീകളോ പുരുഷന്മാരോ ആയ ചുമതലക്കാർ, വണ്ടി ഓടിക്കുന്ന ആളുകൾ. കുട്ടികൾ ആശ്വസിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴുള്ള അധ്യാപകന്റെ സാന്നിധ്യത്തിലാണോ? സ്കൂൾ പഠിത്തം കഴിഞ്ഞ് പോവുകയും സ്കൂളിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഇവരോട് സഹവസിക്കുമ്പോഴാണ് ലാഘവം വരുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് ആശ്വാസം പഠിക്കുന്നത് വെറുതെയാണ്.
ഈ കൊണ്ടുപോകുന്ന ആളുകൾ വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിൽ കുട്ടി ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാതില്ല. അവരുടെ സ്വപ്നങ്ങളിലെ മാതൃകയാണ്. അച്ഛനോ അമ്മയോ അധ്യാപകരോ കൊടുക്കുന്ന സ്വപ്നങ്ങൾ കാണാൻ അവരുടെ മനസ്സ് ഇത്തരണത്തിൽ സമ്മതിക്കാതെ വരില്ലേ? എസ്റ്റാബ്ലിഷ്മെന്റുകളോടുള്ള ഒരു എതിർപ്പായിരിക്കില്ലേ അവരുടെ ഉള്ളിൽ രൂപാന്തരപ്പെടുന്നത്? എല്ലാവർക്കും നല്ലതാണെന്ന് തോന്നുന്ന അമ്മ ഭാവിക്ക് വളരെ ഉതകുന്ന ഒന്നാണ് ആണ് വിദ്യാഭ്യാസം എങ്കിൽ അതല്ലേ ആത്മലളിതമായി അവർ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അല്ലാതെ അവർ മനസ്സിലാക്കുന്നു എങ്കിൽ അത് അവരുടെ തെറ്റാണോ അതല്ല കൊടുക്കുന്ന നമ്മുടെ രീതി വിധാനത്തിന്റെ തെറ്റാണോ? സത്യം എളുപ്പമാണ്. എന്റെ ഈ സത്യത്തെ ലോകം നിരാകരിക്കുന്നത്? ധർമ്മം നിരന്തരമാണ്. എന്റെ ധർമ്മത്തോട് ജനത്തിന് താല്പര്യം കുറയുന്നത്? ആത്മീയത ആത്യന്തികമാണ്. എന്തേ ജനം ആത്മീയതയിൽ നിന്ന് അകലുന്നത്? അതല്ല, ഇത് കൂടുതൽ പഠിച്ചവരിൽ കാണുന്ന ഒരു വൈകല്യമാണ്. ശിക്ഷകർ ചിന്തിക്കുന്നത് നല്ലതാണ്. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിത് പറയാൻ കാരണം പലപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇത്തരം താഴ്ന്ന രംഗങ്ങളെ നോക്കുന്ന ഒരു സുഖമായിരുന്നു. അതുകൊണ്ട് നാരങ്ങാക്കരി കേൾക്കുന്നത് പഴയ അമ്മ കൊടുത്തു കൊടുക്കും. അതിനകത്ത് 6 രസങ്ങളുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യം വന്നാൽ പോലും തന്റെ മുന്നിന്റെ ആരോഗ്യത്തിന് അംഗം വരുന്ന ഒരു കാലത്ത് അതൊരു കോമൺ സെൻസാണ്. അതാണ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നതെന്ന് സൂക്ഷിക്കണം. അതുപോലെ താഴേക്ക് നോക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ 30 പിള്ളേരെയും കയറ്റിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ ആ 30 കുട്ടികളുടെ നേതാവാണ്. അവരങ്ങോട്ട് സഹകരിക്കുന്നത് കുടിയനായ കുടിക്കുന്നവനും കൂടിയാണ്. പലപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നവനല്ല, മുഖത്ത് പൗഡറൊന്നും ഇട്ടവനല്ല. അങ്ങനെയുള്ള ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ എന്ന് സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ആ ഓട്ടോറിക്ഷക്കാരനുമായി സംവദിക്കുന്ന കാര്യങ്ങൾ, അവനോട് ഇടപെടുന്ന രീതികൾ, അവന് ഹൃദയത്തിൽ കൊടുക്കുന്ന ഒരു സ്ഥാനം ആ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ശിക്ഷകരെ കുറിച്ചുണ്ട്. നമുക്കെന്തുകൊണ്ട് ആ ഓട്ടോറിക്ഷക്കാരനും അവരും തമ്മിലുള്ള സംവേദനാശീലത്വം നേടിയെടുത്തുകൂടാ? അനായാസം വിദ്യ അവരിലേക്ക് കടത്തിവിട്ടുകൂടാ? അതിന് തടസ്സം നിൽക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് നിങ്ങൾ ആലോചിക്കുക. എനിക്ക് തോന്നുന്ന ഒന്നും പറയാം.
ദേഷ്യം തോന്നരുത്. എനിക്ക് തോന്നുന്നത് അവൻ പറയുന്ന വിഷയങ്ങൾ അവൻ അവരുമായി സംവദിക്കുമ്പോൾ